സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു HRK ഗെയിമിംഗ്. നമ്മൾ ഇന്ന് ഒരു പുതിയ ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞ നല്ല അൺടോൾഡ് റോബ്ലോക്സ് സീരീസ് തുടങ്ങണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ തുടങ്ങാമെന്ന്. അപ്പോൾ ഗൈസ്, പിന്നെ എനിക്കറിയാം ഈ വീഡിയോ ലേറ്റായി, ഞാൻ ഉദ്ദേശിച്ച ദിവസം കൊണ്ട് ഇടാൻ പറ്റിയില്ല. എന്നൊക്കെ എന്ത് ചെയ്യാനാ, ഗെയിംസ് കിട്ടണ്ടേ, നിങ്ങൾ നെക്സ്റ്റ് ഏത് വേണമെന്നൊന്നും പറയുന്നില്ലല്ലോ. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ, ആകെയുള്ളത് മൈൻക്രാഫ്റ്റും റോബ്ലോക്സൊക്കെയാണ്. അതിനാണെങ്കിൽ വ്യൂസ് കുറവാണ്. പിന്നെയുള്ളത് ഗ്രാനിയാണ് ഗൈസ്. അതിന് ഇഷ്ടംപോലെ ഓഡിയൻസ് ഉണ്ട്, അതെനിക്കറിയാം. എന്നാലും എപ്പോഴും ഗ്രാനി കളിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ എനിക്ക് ഗ്രാനി കളിക്കാനാണ് ഇഷ്ടം, അതിന് നല്ല ഓഡിയൻസ് ഉണ്ട്. മോളെ, ഇവൻ നല്ല ചെറുക്കനാ. ഇവന്റെ കൂടെ പോയ പട്ടിണി മാറിക്കിടും. നീങ്ങന്ന് മോളെ, ഇവൻ നല്ല ചെറുക്കനാ. ഇവന്റെ കൂടെ പോയ പട്ടിണിയില്ല, നിനക്കെന്ന് സദ്യ കൊണ്ട് കഴിയുകയും ചെയ്യും. ആൻഡ് ഗൈസ്, ഈ ഗെയിമിൻ്റെ പേരാണ് ഒഫീലിയ. ഇതാരെങ്കിലും കളിച്ചിട്ടുണ്ടോ? ഭയങ്കര റേറ്റിംഗ്സും ഫേമസുമായ ഗെയിമാണ് ഗൈസ് ഇത്. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ. ഫേമസ് പറഞ്ഞാൽ അധികം പ്ലേയേഴ്സിലോട്ട് ഇത് എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അൺടോൾഡ് സീരീസിലേക്ക് ഇട്ടത്. നമുക്ക് ഇതിൻ്റെ ബാക്കിയും ചെയ്യാം. കണ്ടോ, ഒഫീലിയ എന്നാണ് ഗൈസ് ഇതിൻ്റെ പേര്. ഇത് കുറച്ച് സ്കെയറി ഗെയിമാണ്, ജംപ് സ്കെയർസ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും കളിച്ച് നോക്കാം. അപ്പോൾ പിന്നെ ഗൈസ്, ഞാൻ ആവശ്യപ്പെട്ടൊരു കാര്യം നിങ്ങൾ ചെയ്തില്ല. നമുക്ക് 120 സബ്ബായി, പക്ഷേ ഞാൻ പറഞ്ഞത് 150 ആയിരുന്നു ഗൈസ്. നിങ്ങൾ അത് ചെയ്തില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഇത് ചാപ്റ്റർ 1, കുറേ ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ചാപ്റ്റർ 1 നമുക്കിപ്പോൾ കളിക്കാം. എ ഫ്യൂ അവേഴ്സ് ബിഫോർ ദ ഇൻവെസ്റ്റിഗേഷൻ. നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ഇറങ്ങി. നമ്മളെ എന്തൊക്കെയോ പറഞ്ഞു. അപ്പം നമ്മൾ ഇനി കാറിൽ പോകണോ? അത് സെറ്റ് ആവുമല്ലോടാ. ഒഫീലിയ ചാപ്റ്റർ 1 കാണിക്കുന്നുണ്ട്, പക്ഷെ കാറിലെങ്ങനെ കയറും? കാറിൽ കയറാൻ പറ്റുന്നില്ല. എടാ, അതന്നെ നമ്മളപ്പോൾ 2 ഗേൾസും ഞാൻ മാത്രം ഒരു ബോയ് ഇവിടെ ഉണ്ട്. അപ്പോൾ കാറിൽ കയറാൻ പറ്റില്ലടാ. കണ്ട ഒരാൾ ഞാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. എല്ലാവർക്കും എന്നെ മതി കള്ളികൾ. ഞാൻ എന്താ വരുന്നു, നമുക്ക് എന്ത് ചെയ്യാനാ. ഞാൻ ഇപ്പോൾ ഒരു രണ്ടാളെ ഞാൻ വേണമെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യാൻ ഗോസ്റ്റിൻ്റെ എന്നെ സമ്മതിക്കണം. നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. വരൂ, എല്ലാവരും വരൂ. എല്ലാവരും സുരക്ഷ എൻ്റെ കടമയാണ്. Hello, can you hear me? I guess the director explained the situation. I know you are a very competent investigator, but stay on your guard. This case is really strange. Let me know if you find anything. ഓക്കെ, ഇതെങ്ങോട്ടാണ് ഈ പോണതെന്ന് എനിക്ക് മാത്രം മനസ്സിലാവുന്നില്ല. ആ ഫ്രണ്ടിൽ പോണപ്പോഴേ എനിക്ക് തോന്നുന്നു കുറച്ച് കളി അറിയണമെന്ന് തോന്നുന്നു. അവള് കാറിലൊന്നും കയറാതിരിക്കാൻ ശ്രമിക്കാത്തവൾ തോന്നുന്നു. കണ്ട കണ്ട അവൾക്ക് കളി അറിയാടാ. അവൾ മുമ്പ് കളിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. ഡൗട്ട് അടിച്ചിട്ടുണ്ട്. ഇതെന്താണ്? ഇതിവിടെ കൊണ്ടുവയ്ക്കണം. ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ ഡോറ് തുറക്കണം. അത് തുറക്കാൻ പറ്റില്ലല്ലേ? അതെന്താ തുറക്കാൻ പറ്റാത്തേ? അത് തുറക്കാൻ പറ്റില്ല. അതെന്താണാവോ? മേ ബി എനിക്ക് തോന്നുന്നു ആ ഒരു സർക്കിളിൽ 4 ഉണ്ടല്ലോ, അതിൽ ഏതൊക്കെ കളർ അങ്ങനത്തെ സാധനം കൊണ്ടുവയ്ക്കണം കൈസ. അതൊരു പസിലാന്ന് തോന്നുന്നു. അത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഡോർ മേ ബി തുറക്കുമായിരിക്കും. ഇതെന്താണ്? കാശ മണി. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ എന്താണ് മറ്റേ സാധനമൊന്നും ഇവിടെ കാണില്ലല്ല. നമുക്കെന്തോ ഒരു പേജ് കിട്ടി, പൈസ കിട്ടി. വേറെ ഇവിടെ ഒന്നും ഇല്ലടാ. നമുക്കിനി അടുത്ത വീട്ടിൽ ഇവിടെ കുറേ കണ്ട. ഇനിയൊരു ഇത് കൂടെ ഉള്ളൂ. ഇങ്ങനത്തെ കുറേ വീട് പോലത്തെ സെറ്റപ്പ് ഉണ്ട്. ഇവിടെ എന്താണ്? പച്ച കിട്ടി, പച്ച. ഇത് നമുക്ക് കൊണ്ടുവരണം. ഇവിടെ അല്ലാണ്ട് വേറെ ഒന്നും ഇല്ലല്ലേ? ഇവിടെ വേറെ ഒന്നും കാണുന്നില്ല. നമുക്ക് എടുക്കാനുള്ള പൈസ എങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എങ്കിൽ നമുക്ക് നേരെ അവിടെ കൊണ്ടിടാം. എടാ മിക്കവാറും ഇവിടെ അവിടെ നിന്ന് വരണ്ടാ. മിക്കവാറും
ആ കണ്ടാ ശേ അവളെ ഇട്ടും തോന്നി വെറുതെ പെട്ടല്ലേ ഞാൻ എന്ത് ചെയ്യും. ഓ ഇങ്ങനെ പിടിക്കാം. അവരിനാണ് അങ്ങോട്ട് ഓടിയേ. അങ്ങോട്ട് ഓടിയേ. വെയിറ്റ്, അതിന് മുമ്പ് നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യാം. അവർ എങ്ങോട്ടെങ്കിലും പോട്ടെ. ഇല്ലല്ല, ഞാൻ തപ്പി നോക്കി. നമുക്ക് ഇതിൻ്റെ മുകളിലൊന്നും കയറാൻ പറ്റില്ല. ഓപ്പൺ വേൾഡല്ലേ ഇത്. നമുക്ക് ഏതിൽ സ്പെഷ്യൽ സ്ഥലത്ത് പോകണമായിരിക്കും. നമുക്ക് തിരിച്ചു പോയി കാറിൻ്റെ ഡിക്കിയില്ല, അവിടെ കാറിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിലേ ക്രോബാറൊക്കെ അറിയാലോ. കുറച്ച് ടൂൾസൊക്കെ വിൽക്കുന്നത് അവിടെയാണല്ലോ. കാറിൻ്റെ ഉള്ളിൽ ഡിക്കിയില്ല, അതൊന്നും തുറക്കാനൊന്നും പറ്റില്ലടാ. അവിടെ ഒന്നുമില്ല. പക്ഷേ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നു. ഇവിടെ എൻ്റെ പോന്ന ഇവക്കിത് എന്നോട് തുറന്ന് പറഞ്ഞൂടെ? ഇവിടെ എൻ്റെ പോണടാ വരണേ. ഞാൻ ഇവളെയും കൊതിപ്പിച്ച് കടന്നു കളഞ്ഞാലാ. എടാ ഇങ്ങനെ നമ്മ എങ്ങോട്ടാണ് പോകേണ്ടത്? വഴി അറിയില്ല കേട്ടാ, വഴി അറിയില്ല. മറ്റേ പെണ്ണ് ഇവർക്ക് കളി അറിയാടാ. ഞങ്ങൾക്ക് രണ്ടാക്കണമെന്ന് കളി അറിയാത്തത്. മേ ബി അതുകൊണ്ടായിരിക്കും എൻ്റെ പിന്നെ വരുന്നത് അല്ലേ? എന്തിനാ പിന്നെ എൻ്റെ ദേ മഞ്ഞ. ഇത് മിക്കവാറും അവൾ കൊണ്ടുവച്ചിട്ടുണ്ടാവുള്ളൂ. ഇത് കാരണം അവൾ ഇത്ര നേരമായിട്ട് ഇവിടെ ഉണ്ടായില്ലേ. അത് അവൾ ഉണ്ടാവുമായിരിക്കും. നമുക്കെല്ലാവരും തപ്പിടും. മിക്കവാറും ക്രോബാറൊക്കെ ഏതെങ്കിലും ഉള്ളിലേക്ക് ഇവിടെ. പക്ഷേ ഇവിടെ നമുക്ക് ആദ്യം വരെ ഇരുന്ന് നമ്മൾ കണ്ടില്ലല്ലേ. ഇവിടെയും കുറേ വീട് തപ്പാണ് കേട്ടോ. ഇതായിട്ട് ഹൊററൊന്നും ഇല്ലാന്ന് തോന്നുന്നു. എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് എന്തായാലും കളിച്ചു നോക്കാം. ഓക്കെ, ഭയങ്കര റേറ്റിങ്സ് ഒക്കെ ഉള്ള ഗെയിമാണ് ഗൈസ് ഇത്. ഇതിൻ്റെ മുകളിലെന്താ? നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് വരുവാണെങ്കിൽ നോക്കാം. അല്ലെങ്കിൽ ഈ മാപ്പ് ഫുള്ള് കാണാം. ഇനിയും മുകളിൽ കയറാൻ പറ്റും. ആടാ ഇവിടെ മിക്കവാറും അവർ വന്നിട്ടുണ്ടാവില്ല. ഇതെന്താ? നീല കിട്ടി. നീല. ഓക്കെ, ഇവിടെ നിന്ന് ക്രോബാറില്ല. ക്രോബാർ കിട്ടിയിരുന്നെങ്കിൽ കോളായിരുന്നതാ. ഇവിടെ എന്തുകൊണ്ടല്ല? ഇവിടെ നിന്ന് ഡയറക്റ്റ് അങ്ങോട്ട് പോവാം. നമുക്ക് ചാടി ഓടേണ്ട ആവശ്യമില്ല. എടാ ഇതിലെടുത്ത് ഓർന്നടാ. ഞാൻ ഈ നീല കൊണ്ടേക്കട്ടെ. നീല. അവര് തുറക്കും ചെയ്ത് സാധനം എടുക്കും ചെയ്ത് കേട്ടോ. ഞാൻ ഭയങ്കര ലേറ്റ് ആയിട്ടാ ഇതിൽ നമുക്ക് കിട്ടിയതൊന്നും എനിക്കറിയാം. മിക്കവാറും ഇവിടെയാണ്. ഇവിടെ നിന്നാണ് ഇനി ക്രോബാർ കിട്ടിയിട്ടുണ്ടാവുക. ക്രോബാർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഒരു സ്ഥലം കണ്ടില്ലേ, ഞാൻ പറഞ്ഞ ചാപ്റ്റർ 2 ഉണ്ടാവുന്ന അവിടെ നിങ്ങൾക്ക് തുറക്കാൻ പറ്റുമായിരിക്കും. പൈസ $10 കിട്ടിയ നമുക്ക്. എൻ്റെ ഇതൊക്കെ ഏത് വഴി? സ്റ്റോറിയാണത്. ഓക്കെ, ഇതാണ് ഗൈസ് പ്രേതം. new guest, how unexpected. എൻ്റെ മോനെ എനിക്കൊരു പടന്നിട്ടേക്ക് വിട്ടാടാ പ്രേത. ഹൊറർ സ്റ്റാർട്ട് ടൈമാണോ? ഹൊറർ എന്തായാലും നേരിടുക തന്നെ. കുഴപ്പമില്ലടാ, നൈസ്. എന്നാടാ കൈ അങ്ങോട്ട് ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങോട്ടപ്പം പോകാൻ പാടില്ല. ഇങ്ങോട്ടേക്കല്ല ചൂണ്ടിക്കാണിച്ചത്. നമുക്ക് ഇവരപ്പം പോടാം. ആ ഫ്രണ്ടിൽ പോകണപ്പോൾ നിന്ന് നല്ല കളി അറിയാമെന്ന് തോന്നി. നമുക്ക് ഇനി ബാഗ് എല്ലാം ചെയ്യണം. ഇവർ ചെയ്യുന്നതിന് മുമ്പ് ഇവരാണ് എല്ലാം ചെയ്യുന്നത്. അതെനിക്ക് അത്ര പിടിക്കുന്നില്ല. ഓക്കെ, ഇവരിത് ഇങ്ങോട്ടേക്കാണ് പോണത്. മാപ്പൊക്കെ സീനിട്ടാ. ഓക്കെ, നൈസ് മാപ്പാണ്. ഇതെങ്ങോട്ടേക്കാണ്? ഇതിൻ്റെ പണി. ഇത് വേറൊരു സ്ഥലത്തേക്ക് എത്തി. നമുക്കെല്ലാം ഒരേക്കാളും മുമ്പ് ചെയ്യണം കൈസ് നമുക്കെല്ലാം. ഇതെന്തൊക്കെയോ കോഡ് അടിക്കാണെന്ന് തോന്നുന്നു. 1 code can work.
ഏതൊരു കോഡിന് വർക്കാവാൻ പറ്റും. ഇവിടെ കോഡ് മനസ്സിലായടാ. അയ്യോ ഇതവളെ അടിച്ചിട്ടുണ്ടാവും. അവര് വേറെ എവിടെ അടിച്ചത്? 8 അല്ലേ? 8 വേഗം അവിടെ. അതാക്കി കൂടും. പോ 9 അല്ല. അടുത്ത കോഡ് 845 അതൊക്കെ അവരടിച്ചിട്ടുണ്ടാവും അവിടെ. എൻ്റെ സീനിലെ ഇത് കൊള്ളാം. ഇനി ആകെയുള്ള പറഞ്ഞായിരിക്കും മേ ബി അത്. അയ്യോ തുറന്നടാ, അവരൊക്കെ അത് കണ്ടുപിടിച്ചു. ഞാൻ ഭയങ്കര ലേറ്റാണ്, ഞാൻ പറഞ്ഞല്ലോ. എന്താണത്? റൂൾസ് ആർ സിമ്പിൾ. എടീ ഇതെന്ത് സ്ക്വിഡ് ഗെയിമാ? അയ്യോ അവിടെ ഇത് കറക്റ്റ് സ്ക്വിഡ് ഗെയിം. പ്രായത്തിലെ സ്ക്വിഡ് ഗെയിം. മറ്റേ റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് പോലെ. ആ കൈ നമ്മളൊന്ന് പിടിക്കുന്നു. ഓക്കെ ഓടിക്കോ. എടാ ഇതിലെനിക്ക് ഫസ്റ്റ് എത്തണടാ. ഇതിലെനിക്ക് ഫസ്റ്റ് എത്തണം. ഇതിൽ ഞാൻ തോറ്റു കൊടുക്കൂല. ഓടിക്കോ. ഓക്കെ എന്നെ പാടില്ല. അവൾ തന്നെയാണ് അവിടെ ഫ്രണ്ടിൽ, മറ്റുള്ള ബാക്കിലെ എന്നേക്കാൾ. ഓടിക്കോ. ഞാൻ ഫസ്റ്റ് കയറി. അവരെ വെട്ടിച്ചു. ഇനി എന്തായാലും കെണിയാണോ? അല്ല അവർക്ക് നന്നായി കളി അറിയാമേ, പറയാൻ പറ്റില്ല. ഓക്കെ ഇത് അതന്നെ, ഇത് മറ്റേ തന്നെ. ചതിച്ചോ മഹാഭദ്രേ, ഇത് അവര് തന്നെ നരഭോജികൾ. ഓടിക്കോ. കൊള്ളാടാ, നൈസ്. ഇതൊന്നും ഞാൻ അങ്ങനെ എടുക്കണേ. ഇതാണ് ഞാൻ പറ്റാത്ത. ഇതെങ്ങനെ? എടാ അത് ഞാൻ കുറച്ച് നേരമായിട്ട് എങ്ങനെ എടുക്കണേ? എന്താ എങ്ങനെ എടുക്കണേ? അത് മാത്രം ഭയങ്കര മോശമാണ്. മോശം എന്ന് പറഞ്ഞാൽ എടാ ഇതെന്താ ബഗ്ഗാണോ? ഞാൻ റീസ്പോണാവാൻ നോക്കട്ടെ. എടാ ഞാൻ റീസ്പോണായടാ. ഇതെന്ത് വാങ്ങാ? ഓ ഇതെന്താണ്? You look scared. You should have these drinks when you go here, you know? You will feel better once everything is over. You will become like us. I'll come back to see you once you're ready. എന്തൊക്കെയാടാ ഈ പറയണേ? ഓക്കെ നമ്മളെ ഏതോ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. ഇത് ഞാനാണോ? ഓക്കെ സെറ്റ്. അത് ആനിമേഷനിൽ നമ്മളെ കയ്യിൽ നിന്ന് എല്ലാന്നുള്ളൂ. കണ്ടാ ഇവൾക്കെല്ലാം അറിയാടാ. ഇവള് സെറ്റ്. ഇവളുള്ള നല്ല അല്ലെങ്കിൽ ഞാൻ കുറേ ടൈം എടുത്ത് തന്നെ ഞങ്ങൾ ഇവരൊക്കെ എങ്കിൽ ഇത് വഴിയുടെ പോണത്. എടാ ഇത് ഇത്രയ്ക്ക് സ്റ്റോറിയും സ്കാരിയും ആണെന്ന് ഞാൻ വിചാരിച്ചില്ലട്ടാ. ഇത് നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ലട്ടാ. സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ. നൈസ് ഗെയിം. നല്ല റേറ്റിംഗ് ഇട്ടപ്പോൾ ഞാൻ എത്ര പ്രതീക്ഷിച്ചില്ല. എന്തോ ബട്ടനമർത്തി ഇവിടെ പിന്നാലെ പോടാ. ഇവളൊക്കെ എല്ലാം അറിയാം. അതും അമർത്തി. മേ ബി എല്ലാ ബട്ടനും അമർത്തണമായിരിക്കും അല്ലേ?
ഓക്കെ സെറ്റ്. ആ അതെ സൈഡിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ കണ്ടില്ല. 5-ൽ 15, 15-ൽ നമ്മളിപ്പോൾ 7 ബട്ടൺ അമർത്തി. ഇനി എല്ലാം അമർത്തണം തോന്നുന്നു. വെറുതെ ഇങ്ങനെ അമർത്താൻ തരുമോ? വെറുതെ ഇങ്ങനെ അമർത്താൻ പറ്റില്ലല്ലോ. അല്ല പറ്റില്ലല്ല, ഇവർ തരില്ലല്ല. അതിലെന്തോ സംതിങ് ഫിഷി എന്തോ ചതിണ്ടാ. മിക്കവാറും വല്ല പ്രേതം പിടിക്കാൻ എന്തെങ്കിലുമൊക്കെ വരും. അല്ലെങ്കിൽ പിന്നെ വല്ല ടാസ്കിനെ വീണ്ടും വരുമായിരിക്കും. പൈസയൊക്കെ എന്തിനാണ് നമ്മൾ എടുക്കണേ? 5-8 ചാപ്റ്റർ ഉണ്ട് കേസ് ഇതിന്. നിങ്ങൾ കമൻറ്റ് ചെയ്യ്, നമുക്ക് ഈ വീഡിയോ കഴിഞ്ഞതിൻ്റെ ബാക്കിയുണ്ടോയെന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ എവിടാ ബട്ടൺ ഓർഡറുണ്ട്. ഓ ആ ശബ്ദത്തിൻ്റെ ആയിരുന്നല്ലടാ. ഞാൻ വിചാരിച്ച് വെറുതെ ഇട്ടിനാന്ന്. പറഞ്ഞില്ല എന്തൊരു ജീവി ഉണ്ടെന്ന്. ഓ ഞെട്ടിയെന്ന്. കുഴപ്പമില്ല, നൈസടാ, നൈസ്, കൊള്ളാം. ഓ ഓടാ 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 ഓടാ. ഓ പേടിയാവണില്ല, എന്നാ പേടിയാവുന്നുണ്ട്. ഞാനിവിടെ ന്യൂബണ്ടാ, എങ്ങനെ ഇടക്കിടക്ക് ചാവുണ്ടെന്നുണ്ട്. അവിടെ 13 ബട്ടനായാ. 2 ബട്ടൺ കൂടി അമർത്തിയാൽ മതി. ആ 2 ബട്ടൺ ഇനി എവിടെയാണാവോ? എടാ ആ ബട്ടൺ കണ്ടുപിടിച്ച് തെറ്റിയാടാ. അവിടെ 14, 15, 15 ഒരൊറ്റ ബട്ടൺ. ഒരൊറ്റ ബട്ടൺ കിട്ടിയ സെറ്റ്. മറ്റോളാണ്ട് അതൊക്കെ ചെയ്യണേ, ഞങ്ങളൊന്നും ചെയ്യില്ല. 15 ബട്ടൺ കണ്ടാ, അവളെല്ലാം ചെയ്യണ്ട സീൻ. എന്നിട്ട് ഓടിക്കോ ഓടിക്കോ. ലിഫ്റ്റ് കയറി അപ്പോഴേക്കും. ഓ അതെ, തുറന്ന് അടേ. ഇത് ഇവിടെയും വേറെ വല്ല ഇതുണ്ടാവൂട്ടാ. ഇതെന്താ ഫ്യൂസാ? എന്തൊരു ഫ്യൂസ് കിട്ടി നമുക്ക്. ഇത് ടീമായതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒറ്റയ്ക്കെല്ലാം ചെയ്യേണ്ടി വരും. ടീമായി കളിക്കാനാണ് നല്ലത്. ഇവിടെ എന്താ ഈ ഫ്യൂസ് എന്തിനാ നമുക്ക്? എന്തിനാ? ഓ ഇതിവിടെ ഇടണം. ഒന്നിട്ട് ഇതെനിക്ക് ഫസ്റ്റ് ഇടണം പ്ലീസ്. ഇട്ട് ഇപ്പോഴാട്ടെ. ഓക്കെ, അപ്പം ഇനി ബാക്കി 2 ഫ്യൂസ് കൂടി ഉണ്ട്, അതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കണോ? അപ്പോൾ ഇവിടെയും പറയാം ഷുവറാ. ഇതെന്താ പോപ്പി പ്ലേ ടൈമാ? ഓക്കെ, ഒരു പ്രാവശ്യം പ്രേതം പിടിച്ച പിന്നെ കുഴപ്പമില്ല. ആ പേടി കുറച്ചങ്ങോട്ട് പോകും. എങ്ങനത്തെ തരത്തിലുള്ള ജീവിയാന്ന് അറിയട്ടെ. അതേ മഞ്ഞ ഫ്യൂസ് കിട്ടി അള്ളിയ. ഇത് ഞാൻ തന്നെ ഇടും. എടാ പ്രേതം പിടിക്കില്ലടാ. അല്ല ഇനി വഴി ഏതാടാ? നമ്മ വന്ന വഴി ഏതാടാ? ആ വഴിയിലേക്ക് ഞാൻ തിരിച്ചു കൊണ്ടി വരില്ലടാ. പോണ വഴിക്ക് മിക്കവാറും എന്നെ പ്രേതം പിടിക്കും, അതുറപ്പാ. എവിടാ വഴി? പ്രേതം പിടിക്കാടാ. എടാ വെറുതെ നിൽക്കുമ്പോൾ വേണമെങ്കിൽ പിടിച്ചോ, പക്ഷേ സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ പിടിക്കില്ലടാ. അത് ഭയങ്കര ബേഡാടാ. എടാ വഴി എവിടെടാ? മൂജി. അയ്യോ എന്ത് സാധനമാടാ അത്? ആടാ റീസ്പോൺ ആയിരുന്നോണ്ടല്ലേ. അയ്യോ കിട്ടിയതാ മഞ്ഞ. ഇവിടെ എന്താ ഇവിടെ ചെയ്യണേ? നീല ഫ്യൂസ് അവിടെ തന്നെ ഉണ്ട്, അത് നമ്മൾ ഇട്ടു.
എടാ അത് ഓരോ ലെവലിലും ഓരോ പ്രേതാടാ. കൊള്ളാം സൂപ്പർ. ഒന്നതരമായിരിക്കുന്നു. വെറുതെ പറയണമെന്നായിരിക്കരുത്. വണ്ടർഫുൾ. എടാ ഫ്യൂസും കാണില്ല, ഒന്നും കാണില്ല മുട്ട. അയ്യോ എൻ്റെ പോടാ കൈ നീട്ടി വരാണ്. ഞാൻ എൻ്റെ കുഞ്ഞമ്മയുടെ എന്നെ വന്ന് എടുത്തോണ്ട് നടക്കാം. അയ്യോ ഛേ എവിടാ നീ? എവിടാ? പക്ഷേ 3 ഫ്യൂസുള്ളൂടാ. എനിക്ക് മഞ്ഞ ഫ്യൂസ് കിട്ടിയതായിരുന്നു. എടാ ഇത് കണ്ട, നീലയും ചുവപ്പയും കിട്ടി. ഞാനെടുത്ത മഞ്ഞ മാത്രം കിട്ടിയില്ലടാ. ശരി ഇപ്പൊ എസ്കേപ്പ് ആയിരുന്നു തോന്നുന്നു. അയ്യേ എൻ്റെ എടാ കിട്ടിയാ? ഓ ഇനി നമുക്കെന്തോ കമ്പ്യൂട്ടറാ ഇനേബിൾ. അയ്യോ അയ്യോ എടാ അതേ ഇങ്ങനെ കിട്ടിയതുകൊണ്ട് ലൈറ്റൊക്കെ വന്നു. ലൈറ്റ് ഇടാനായിരുന്നു. അപ്പോൾ ഇനി എടാ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? നമ്മൾ നേരത്തെ പോയി പുറത്ത് നമ്മൾ പറയില്ലേ ഭംഗിക്ക് വെച്ചിരിക്കണം, അതായിരിക്കും മേ ബി. ഇത് കമ്പ്യൂട്ടറിൽ 2 അതേ ഒരു കമ്പ്യൂട്ടർ. എടാ ടൈം വേണം ഇപ്പോൾ. പിന്നെ ഒന്നാം സാധനം പിടിക്കാവോ? മൊബൈൽ സെറ്റ് 3 കമ്പ്യൂട്ടർ. എടാ അവൻ എന്തോരം കമ്പ്യൂട്ടറിലെടുത്ത നേരത്തെ യൂസ് കണ്ടുപിടിച്ചോണ്ടിരിക്കുമ്പോൾ ഫുള്ള് നമ്മൾ കമ്പ്യൂട്ടറിനൊപ്പായി. കമ്പ്യൂട്ടറിൻ്റെ പിന്നാലെ ആയിരുന്നു അമ്മ വെറുതെ ആവശ്യമില്ലാതെ. എവിടെ പോയാലും കമ്പ്യൂട്ടറായിരുന്നു. ഇവിടെ വരുന്നുണ്ട്. ഓക്കെ അയ്യോ അവരാണല്ലോ അവിടെ നിൽക്കും. പ്രേതനാണോടാ വരുന്നേ? അയ്യോ എനിക്ക് തോന്നിയടാ പ്രേത വരുന്നത്. ഓടിക്കോ 6 ഇനി 10 6 ഇനി 4 4 ഓടിയ സെറ്റ്. ഓടിക്കോ കടാ മൂഞ്ചി. ഓ പ്രേതന്നൊക്കെ പറഞ്ഞ ഇതായിരിക്കണം പ്രേതം. റോബ്ലോക്സിൽ ഇത്ര സെറ്റ് ഹൊറർ ഗെയിം ഞാൻ സത്യമായിട്ട് പറയല, ഇതുവരെ ഞാൻ കളിച്ചിട്ടില്ല. നൈസടാ എൻ്റെ പൊന്നെ. ഞാൻ കമ്പ്യൂട്ടർ ഇവിടെ ഒന്നുമില്ലടാ, ഈ അപ്പുറത്തേക്ക് തന്നെ കിടക്കണം. എല്ലാം അപ്പുറത്താണ്. ഇനി 4 തന്നെ ഇട്ടാ നമ്മ ഒരെണ്ണം കണ്ടായിരുന്നു. 8 ഇനിയിപ്പോൾ ആകെ 2 കൂടി ഉള്ളൂ. എൻ്റെ മുട്ടച്ചില്ലേ ഇപ്പം അങ്ങോട്ട് പോയത്? അവളെന്തിനാടാ? ഞാൻ ഭയങ്കര പേടിക്കണോട്ട്. എന്തിനു പേടിക്കണ്ട? എന്തിനു കൂടായിരിക്കും? എന്തിനു പേടിക്കണം? ഒരു സാധനം കൈ പൊക്കി കക്ഷം പൊതിച്ച് വന്നെന്ന് വെച്ചിട്ട് അങ്ങനെ പേടിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. അയ്യോ ഒന്നില്ല. സോറി ചേച്ചി അറിയാതെ പറയണേ. ആ സമയത്ത് ഒരു മാസം റോളിലാട്ടം വന്നേ, അതൊക്കെ പോയി. പക്ഷെ ഈ പ്രായം എന്നെ തന്നെയാണ് പിന്നാലെ വരണത്. ഭയങ്കര ശരി. 10 ഞാൻ കൂടെ ആ ഡോറിക്ക് പോകണമെന്ന് തോന്നുന്നു. 10 ഓ സെറ്റ്. കളി ജയിച്ചാ? ഓക്കെ നമ്മ വീണ്ടും വേറെ സ്ഥലത്ത് വന്നു. എടാ മതിയടാ, ഇനി ഒരു പ്രേത കളി വന്നാൽ എനിക്ക് ഇതെങ്കട്ടാ പോണേ. ഇവിടേക്കെല്ലാം അറിയാട്ടെ. ഇവള് നമ്മളെ ഇതെന്താ നിറച്ച് വെട്ടിയോ? അപ്പം നമ്മളെ വിളിക്കാൻ
എനിക്കോട് മറ്റൊരാൾ ഫ്രണ്ട്സ് ആണെന്ന് അല്ലേ, വെയിറ്റ് ചെയ്യാൻ കാണുന്നുണ്ട്. ഈ വഴി പോയിട്ട് നമ്മനെ വഴി കണ്ടുപിടിച്ച് പോകണമെന്ന് തോന്നുന്നു. നിങ്ങൾ വാ, ഞാൻ അങ്ങനെ ഒറ്റയ്ക്കിട്ട് പോണ ഒരാളില്ല. എടാ ഇത് തീർന്ന എല്ലാവരും നമ്മ ഒരുമിച്ച് കളിച്ച് ഓ കണ്ട തീർന്ന. നമ്മുടെ ചാപ്റ്റർ 1 എൻ്റെ ഈ ബാഡ്ജൊക്കെ അവാർഡൊക്കെ കിട്ടി. കംപ്ലീറ്റ് ചാപ്റ്റർ 1 പ്ലസ് $150. ഓ കൊള്ളാലേ ഗെയിം, നൈസറാ, നൈസ് ഗെയിമായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. പെർഫെക്റ്റ്. Gotta tell you, it was perfect. Perfect. Everything, down to the last minute details.